Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ Redmi Note 10 Pro അൺബോക്സിംഗ് ആണ്. ഈ ഒരു ഫോണിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അത് മാത്രമല്ല ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്താദ്യമായിട്ട് 108 മെഗാ പിക്സൽ ക്യാമറയോട് കൂടി വരുന്ന ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. അത് മാത്രമല്ല ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്കൊരു ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ ഒരു ഫോൺ വരുന്നത് 8GB വേരിയൻറ്റിലാണ്. 8GB 256 വേരിയൻറ്റിലാണ് എംഐയുടെ Note 10 Pro വരുന്നത്. Note 10 വരുന്നത് 6GB അതുപോലെ തന്നെ 128GB വേരിയൻറ്റിലാണ്. ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ ഉള്ളിലെ ആക്സസറീസ് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോക്സ് ലഭിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സിം എജക്ടർ കാണാനായിട്ട് സാധിക്കും. പിന്നെ നോർമലി ഉള്ളതുപോലെ കുറച്ച് യൂസർ മാനുവൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. ഈ ഒരു ഫോണിന് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണിത്. പിന്നെ ഒരു സി ടൈപ്പ് USB കേബിൾ ഇതിനകത്തുണ്ട്. പിന്നെ ബോക്സിൽ അവശേഷിക്കുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാവുന്ന ഒരു ചാർജിങ് അഡാപ്റ്ററാണിത്. 65 മിനിറ്റിനുള്ളിൽ തന്നെ 100% ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു MI Note 10 Proയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5260 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചാർജ് ബാക്കപ്പ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ 6.47 ഇഞ്ചിൻ്റെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ 2340x1080 ഫുൾ HD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 398 ppi ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കോർണിൻ ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രോസസ്സറിലോട്ട് നോക്കുമ്പോൾ Qualcomm Snapdragon 730G ആണ് നൽകിയിരിക്കുന്നത്. 730G എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗെയിമിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു മൊബൈലിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കിംഗ് ആണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. പക്ഷേ പേഴ്സണലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കധികം ഫാസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വന്ന് ഇത് ഫാസ്റ്റസ്റ്റ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മൊബൈലിൻ്റെ ക്യാമറ ക്വാളിറ്റി പറയാതിരിക്കാനായിട്ട് വയ്യ, അസാധ്യമാണ്. അതായത് 108 മെഗാ പിക്സൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല ക്വാളിറ്റി ഫോട്ടോകൾ നമുക്ക് ഈ ഒരു ഫോൺ വഴി എടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു DSLRന് പകരം ഈ ഒരു ഫോൺ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അവസാനമായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ക്യാമറ സെക്ഷൻ. നമുക്ക് പിൻഭാഗത്ത് 5 ക്യാമറകൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. 108 മെഗാ പിക്സലിൻ്റെ റിയർ പെൻഡ ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ക്യാമറ, അതുപോലെ തന്നെ 20 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ ടെലിഫോട്ടോ ക്യാമറ, അതുപോലെ തന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 മെഗാ പിക്സൽ പോർട്രേറ്റ് ക്യാമറയിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ തന്നെ 5 മെഗാ പിക്സൽ അൾട്രാ ടെലിഫോട്ടോ ക്യാമറയിൽ നമുക്ക് 10x ഹൈബ്രിഡ് സൂം ആൻഡ് 50x ഡിജിറ്റൽ സൂമും സാധ്യമാണ്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഗ്ലേഷ്യർ വൈറ്റ് ആൻഡ് ഒറോറ ഗ്രീൻ എന്നീ 3 കളറുകളാണ് ഈ ഒരു ഡിവൈസ് ഉള്ളത്. നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് ഒറോറ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുമ്പോൾ 32 മെഗാ പിക്സലിൻ്റെ ഒരു കിടിലം ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സെൽഫീസ് എടുക്കാനായിട്ട് ഈ ഒരു മൊബൈൽ വഴി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫിയിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൊബൈലാണ് എംഐയുടെ Note 10 Pro. ഡുവൽ നാനോ സിം സ്ലോട്ടാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. നമുക്ക് അഡീഷണലായിട്ട് മെമ്മറി കാർഡ് ഇടാനായിട്ട് ഈ ഒരു ഫോണിൽ സാധിക്കില്ല. 6.47 ഇഞ്ചസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റ് 208 ഗ്രാമാണ്. ഇതിൻ്റെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 9.0 Pie MIUൻ്റെ 11 ആണ് വരുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ താഴ്ഭാഗത്തായിട്ട് 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ ഒരു സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ ഫുൾ ക്യാമറ റിവ്യൂവും അതുപോലെ തന്നെ ഗെയിമിംഗ് റിവ്യൂവും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നാൾ കൂടെ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനലായിട്ടുള്ള അതിൻ്റെ മൊബൈൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫൈനലായിട്ടുള്ള റിവ്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരിക്കും